2 കോടി ജനങ്ങൾ എഴുതിയ വിധിയെഴുത്തിന്റെ ഫലം വരാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 1203 സ്ഥാനാർത്ഥികളുടെ ഭാഗതയെ നിർണ്ണയിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രം. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതാണ്. ഒരുപക്ഷെ 8:30 മണിയോട് കൂടിയിട്ട് ഒരു ട്രെൻഡ് എന്താണെന്ന് ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിയും. കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിൽ നിന്നുമുള്ള രാഷ്ട്രീയ സ്പന്ദനങ്ങൾ, വിധിയെഴുത്തിൻ്റെ ഓരോ തലങ്ങളും നിങ്ങൾക്ക് പകർന്നു നൽകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം പീപ്പിൾ TV നടത്തിയിട്ടുണ്ട്. അതിൻ്റെ സമഗ്രതയോടുകൂടി തിരഞ്ഞെടുപ്പിൻ്റെ ചിത്രം, ഒരുപക്ഷെ ലോകം അല്ലെങ്കിൽ രാജ്യം ഉറ്റുനോക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പിൻ്റെ ചിത്രത്തിൻ്റെ സമഗ്രത, അതിൻ്റേതായ ആർജവത്തോടുകൂടി ഞങ്ങൾ പകർന്നു നൽകുന്നതാണ്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുന്നതാണ്. 1203 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി രംഗത്തുള്ളത്. 3 മുന്നണികൾ ശക്തമായ സാന്നിധ്യം അറിയിച്ച BJPയുടെ NDA മുന്നണി ആദ്യമായിട്ട് ഒരു 1.5 ഡസനോളം മണ്ഡലങ്ങളിലെങ്കിലും ത്രികോണ മത്സരത്തിൻ്റെ ഒരു ലാഞ്ചന സൃഷ്ടിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരങ്ങൾ നടന്നു. 2 കോടി ജനങ്ങളാണ് വിധി എഴുതിയത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ 4ാമത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ ഈ തെരഞ്ഞെടുപ്പിന് ഉദ്യോഗപൂർണമായ നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ ഓരോ പൊട്ടും പോടലും അതുപോലെ ഓരോ ശകലങ്ങളും ഞങ്ങൾ ഈ സമഗ്രമായ പരിപാടി നിങ്ങൾക്ക് പകർന്നു നൽകുന്നതാണ്. പോസ്റ്റൽ വോട്ടുകൾ അല്പ നിമിഷത്തിനുള്ളിൽ, ഒരുപക്ഷെ 2-3 സെക്കൻഡുകൾക്കുള്ളിൽ എണ്ണി തുടങ്ങുന്നതാണ്. അതിനുശേഷം 8:30 അതിൻ്റെ ചിത്രം വന്നു തുടങ്ങും. വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുന്നതായി ഞങ്ങളുടെ കൺട്രോൾ റൂം അറിയിക്കുന്നു. വളരെ ഉദ്വേഗപൂർണമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അനന്തരഫലം എന്താണെന്ന് നമ്മൾ കണ്ണും കാതും തുറന്നുകൊണ്ട് കേരള ജനത നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉദ്യോഗപൂർണമായ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കാതോർക്കുന്നത്. എന്നോടൊപ്പം എൻ്റെ സഹ അവതാരകനും ന്യൂസ് ഡയറക്ടറുമായി ശ്രീ NB ചന്ദ്രശേഖരൻ കൂടിയുണ്ട്. NB ചന്ദ്രശേഖർ, ഒരുപക്ഷെ കേരള ചരിത്രത്തിലെ ഏറ്റവും ഉദ്യോഗപൂർണമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ കണ്ണും കാതും തുറന്നു വച്ചിരിക്കുന്നത്. തീർച്ചയായും ബ്രിട്ടാസ്, 2.5 മാസം നീണ്ടുനിന്ന പ്രചണ്ഡമായ പ്രചാരണത്തിനൊടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ വിധി ഇന്ന് എഴുതുകയാണ്. മിനിറ്റുകൾക്കകം അതിന്റെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങും. 140 മണ്ഡലങ്ങളിലും എണ്ണുന്ന വോട്ടിന്റെ വിശദാംശങ്ങൾ അപ്പോഴപ്പോൾ നമ്മൾ LDF 9, UDF 6, BJP 3, അതേഴ്സ് 1. ഇതാണ് ആദ്യ സൂചനകൾ. ഇതൊക്കെ LDF 12, UDF 6, BJP 1, അതേഴ്സ് 1. ഇത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോഴുള്ള ആദ്യത്തെ സൂചനകളാണിത്. LDF 18, ചന്ദ്രശേഖരൻ, ഒരു പക്ഷേ നമുക്ക് ഒരു സംസാരം പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടാകില്ല. LDF 22, UDF 9, BJP 1, മറ്റുള്ളവർ 1. LDF 30 ആയിരിക്കുന്നു. LDF 24, 25, UDF 9. ഇതൊക്കെ പോസ്റ്റൽ വോട്ടിന്റെ സൂചകങ്ങൾ മാത്രമാണ്. പോസ്റ്റൽ വോട്ടിന്റെ സൂചനകൾ മാത്രമാണ്. തെരഞ്ഞെടുപ്പിന്റെ ആകെ ദിശാസൂചകമായി ഇത് എടുക്കാവുന്ന ഘട്ടമല്ല ഇത്. ഇതിന്റെ അർത്ഥം സർക്കാർ സർവീസിലുള്ള ജീവനക്കാരുടെ ഇതുവരെ എണ്ണിയ വോട്ടുകളിൽ കൂടുതൽ LDFന് അനുകൂലമായി നിലനിൽക്കുന്നു എന്ന് മാത്രമാണ്. സൂചനകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ചന്ദ്രശേഖർ, LDF 39, UDF 14, BJP 1, മറ്റുള്ളവർ 1. വളരെ സംഭവജനകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ലാഞ്ചന കണ്ടു തുടങ്ങിയിരിക്കുന്നു. പോസ്റ്റൽ വോട്ടിന്റെ എണ്ണം തുടങ്ങിയ സമയത്ത് LDF 48ലേക്ക്, ഇതൊക്കെ ആദ്യ സൂചനയാണ്. ദയവായിട്ട് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. എങ്കിൽ പോലും സർക്കാർ ജീവനക്കാർ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെയാണ് പുതിയ ഭരണത്തെക്കുറിച്ചുള്ള സർക്കാർ ജീവനക്കാരുടെ കാഴ്ചപ്പാട്, അതിന്റെ ആദ്യ സൂചനകൾ എന്താണ് എന്നത് തീർച്ചയായും ഈ ഫലത്തിൽ അന്തർഭവിച്ചിട്ടുണ്ട്. ബ്രിട്ടാസ്, ചന്ദ്രശേഖർ, നമ്മൾ ഇതിന്റെ എല്ലാ സൂക്ഷ്മതയോട് കൂടിയിട്ട് ഇതിന്റെ എല്ലാ വിവരങ്ങളും നമ്മൾ സ്ക്രീനിൽ നൽകുന്നുണ്ട്. പ്രേക്ഷകർ ദയവ് ചെയ്ത് കണ്ണ് സ്ക്രീനിലേക്ക് നട്ടിരിക്കുക. അതായത് ആദ്യ സൂചകങ്ങൾ പോസ്റ്റൽ വോട്ടിനെ മുൻനിർത്തിയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്ത സർക്കാർ ജീവനക്കാർ, അതെ, ശ്രീ പിണറായി വിജയൻ 193 വോട്ടുകൾക്ക് മുമ്പിൽ. ധർമ്മടത്ത് നിന്നുള്ള സൂചനയാണ് ആദ്യം ലഭിച്ചത്. ഏറനാട് PK ബഷീർ 150, ഇരവിപുരം നൌഷാദ് 57. തികച്ചും വ്യത്യസ്തമായ സൂചനകളാണ്. എറണാകുളം അനിൽകുമാർ 100. വളരെ സൂചകമായ ഒരു കാര്യമാണ്.
ഈ പോസ്റ്റൽ വോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ LDF ഒരുപക്ഷെ ഭൂരിപക്ഷത്തിന്റെ ക്രോസ് ചെയ്തിരിക്കുന്നു, 75ലേക്ക് എത്തിയിരിക്കുന്നത്. ഇതൊക്കെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ പ്രാഥമിക സൂചകങ്ങൾ മാത്രമാണ്. മാത്രമല്ല ജനവധിയെ ഒരു തരത്തിലും ബാധിക്കുന്ന കണക്കുകളല്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഊട്ടി പറയുന്നത്. കാരണം വെച്ചാൽ ഇത് പോസ്റ്റൽ വോട്ടുകൾ മാത്രമാണ്. ഔദ്യോഗിക കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തത്സമയ വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലിപ്പോഴും പൂജ്യങ്ങളുടെ നിരയാണ് ബ്രിട്ടാസ്. സൂചനകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഔദ്യോഗികമല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനൗദ്യോഗിക വിവരങ്ങളുടെ സമാഹൃത കണക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ട്രെൻഡ് അറിയാൻ വേണ്ടി ഇനിയും എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായും വേണ്ടി വരും. ഇത് പ്രാഥമികമായിട്ടുള്ള പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണലെ മുൻനിർത്തിയിട്ടുള്ള സൂചകങ്ങൾ മാത്രമാണ്. ഒരു തരത്തിലും ഇത് കേരളത്തിന്റെ ജനവിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു എണ്ണമോ അല്ലോ സംഖ്യയോ അല്ല എന്നുള്ള കാര്യം വീണ്ടും ഞങ്ങൾ പറയുന്നു. ആദ്യത്തെ അരമണിക്കൂറിൽ പോസ്റ്റൽ വോട്ടുകൾ മാത്രമായിരിക്കും എണ്ണുക എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അതും കഴിഞ്ഞ് യഥാർത്ഥ വോട്ടുകൾ ബാലറ്റ് ബോക്സുകൾ കൊണ്ടുവന്ന ശേഷം മാത്രമായിരിക്കും എണ്ണുക. അതുകൊണ്ട് തീർച്ചയായും ആദ്യത്തെ അരമണിക്കൂറിൽ വരുന്ന വിവരങ്ങൾ സൂചകങ്ങൾ തന്നെയാണ് എങ്കിൽ പോലും സർക്കാർ ജീവനക്കാരുടെ വോട്ടിലെ കൂടുതൽ കുറവ് മാത്രമാണ് വരുന്നത്. അതിനുശേഷമായിരിക്കും ജനങ്ങളുടെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്നത്. അപ്പോൾ മാത്രമായിരിക്കും നമുക്ക് സൂചനയായി തെരഞ്ഞെടുപ്പ് ട്രെൻഡായി എന്ന മട്ടിൽ റിസൾട്ട് ജനങ്ങളെ അറിയിക്കാൻ കഴിയുക. 2 കോടി വോട്ടർമാരിൽ കേവലം 10,000 1000 പേരുടെ 1000 1500 2000 പേരുടെ സൂചകങ്ങൾ മാത്രമാണ്. ഒന്നും നിർണ്ണയിക്കുന്നില്ല. എങ്കിൽ പോലും അതൊരു സാമ്പിൾ സൈസ് ആണ്. കേരളത്തിന്റെ ആകെ സാമ്പിൾ സൈസ് ആണ്. ഉദ്യോഗസ്ഥ വൃന്ദം എങ്ങനെ ചിന്തിക്കുന്നു, സർക്കാർ ജീവനക്കാർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന സൂചനയാണ് അതിനുള്ളിൽ ഉള്ളത്. പ്രേക്ഷകർക്ക് എല്ലാ സൂക്ഷ്മ വശങ്ങളും നൽകുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമായിട്ടാണ് നമ്മൾ നൽകിയത്. ആദ്യ ലീഡുകൾ ലഭ്യമാകാൻ എനിക്ക് തോന്നുന്നു ഏതാനും മിനിറ്റുകൾ കൂടി വേണ്ടി വരും. ഒരുപക്ഷെ ഒരു 8:15 കൂടിയിട്ട് ആദ്യ ട്രെൻഡുകൾ വരും. പക്ഷെ ഇതൊന്നും ഒരു കേരളം ആര് ഭരിക്കുമെന്ന് വ്യക്തമാകാൻ മതിയാകുന്ന സ്ഥിതിവിവര കണക്കുകളായിരിക്കില്ല. ഒരു 8:30-9 മണിയോട് കൂടിയിട്ട് മാത്രമേ ഇതിൻ്റെ ചിത്രം തെളിയുള്ളൂ. കേരള തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ വളരെ നിർണായകമായ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളുടെ ജനവിധിയുടെ ചിത്രവും ഞങ്ങൾ സ്ക്രീനിൽ നൽകുന്നുണ്ട്. നിലവിൽ പോസ്റ്റൽ വോട്ടുകളുടെ പ്രാഥമിക വിവരം വരുമ്പോൾ 140 സീറ്റുകളിൽ ചന്ദ്രശേഖർ 100ഓളം സീറ്റിൽ ഒരു എഡ്ജ് ഉള്ളത്, മുന്നോട്ട് നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. സർക്കാർ ജീവനക്കാരുടെ അതേ രീതിയിൽ തന്നെയാണ് ജനങ്ങളും ചിന്തിക്കുന്നതെങ്കിൽ വലിയ വിജയത്തിലേക്ക് LDF പോകും എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാവുന്നത്. പക്ഷേ അത്തരത്തിലുള്ള സാധ്യതകൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് ആദ്യത്തെ ലീഡിൽ ഒരു മണ്ഡലത്തിൽ ആദ്യത്തെ ലീഡിൽ LDF മുന്നിട്ട് നിൽക്കുന്നതായിട്ടാണ്. അതായത് നമുക്കൊന്ന് ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഒരു ഊന്നലെന്ന് പറയാവുന്നത് പോസ്റ്റൽ വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ LDF മുന്നിൽ നിൽക്കുന്നു എന്ന് പറയാം. ഒരു മണ്ഡലത്തിൽ മണ്ഡലം ഏതാണെന്ന് വ്യക്തമായിട്ടില്ല. ഇതാണ് പോസ്റ്റൽ വോട്ടുകളും. അത് കായംകുളത്ത് ലിജു മുന്നിൽ, കഴക്കൂട്ടത്ത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ മുന്നിൽ. ഇതൊക്കെ പോസ്റ്റൽ വോട്ടുകൾ മാത്രമാണ്. കൊച്ചിയിൽ മാക്സി മുന്നിൽ. വളരെ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് വരുന്നത്. കരുനാഗപ്പള്ളി രാമചന്ദ്രൻ 145 വോട്ടിന് കരുനാഗപ്പള്ളിയിൽ CPIയുടെ സ്ഥാനാർത്ഥി രാമചന്ദ്രൻ മുന്നോട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന സൂചന. കൊടുവള്ളിയിൽ MA റസാഖ്. അതൊക്കെ പരമ്പരാഗതമായ UDF. കൊല്ലത്ത് മുകേഷ് 150 വോട്ടുകൾക്ക് മുന്നോട്ട് നിൽക്കുന്നു. പന്തള സുധാകരൻ കോങ്ങാട് പിന്നിൽ. ഒരുപക്ഷെ നമുക്ക് പത്തനാപുരത്ത് ഗണേഷ് കുമാർ മുന്നിൽ. സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് വരുന്നത്. എങ്കിൽ പോലും പ്രാഥമിക സൂചനകൾ LDFന് ഒരു ഊന്നൽ നൽകുന്നതായിട്ട് തോന്നുന്നു. ഈ ഘട്ടത്തിലുണ്ട്. പക്ഷേ ഇത് പോസ്റ്റൽ വോട്ടുകൾ ബേസ് ചെയ്ത് മാത്രമാണ് എന്നാണ് തോന്നുന്നത്. ഔദ്യോഗികമായി ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്ന 101-36 എന്നുള്ള കണക്കുകളിലേക്ക് പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയമല്ല ഇപ്പോൾ. അതിന് ഒരുപക്ഷെ നമ്മുടെ കൺട്രോൾ റൂം കൂടി അതൊന്ന് പരിമിതപ്പെടുത്തിയാൽ നന്നാവും. എന്താ കാരണം വെച്ചാൽ അത് ഒരു തെറ്റിദ്ധാരണ വരുത്താനുമാണെങ്കിൽ ഉപകരിച്ചേക്കാം. ഇത് പോസ്റ്റൽ വോട്ടുകളുടെ മാത്രം ഒരു ഇതാണ്. എങ്കിൽ പോലും നിലവിൽ നമുക്ക് കിട്ടുന്ന സൂചന പ്രകാരം LDF വ്യക്തമായ ഒരു എഡ്ജ് സ്ഥാപിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി മുന്നോട്ട് നിൽക്കുന്നു. ചന്ദ്രശേഖർ. ഇപ്പോഴും ഔദ്യോഗിക സൈറ്റിന്റെ സൂചനകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
ഔദ്യോഗികമായി ഔപചാരികമായി ഒന്നും അറിയിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സ്ഥിതി. ചന്ദ്രശേഖർ, കണ്ണൂരിൽ നിന്നുള്ള സൂചകങ്ങളിൽ കൂത്തുപറമ്പിൽ കെ ശൈലജ പിന്നിൽ നിൽക്കുന്നു എന്നുള്ളൊരു സൂചനയുണ്ട്. അതുപോലെ തന്നെ വടകരയിൽ RMPയുടെ സ്ഥാനാർത്ഥി രമയും പിന്നിലാണ്. രണ്ട് വനിതകൾ അവിടെ മലബാർ ഭാഗത്ത് പിന്നിൽ നിൽക്കുന്നു. ഇതൊക്കെ ആദ്യത്തെ പോസ്റ്റ് ലോട്ടിന്റെ സൂചനകൾ മാത്രമാണ്. വളരെ വളരെ സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു 1.5 ഡസൻ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരങ്ങളാണ് നടക്കുന്നത്. ഇപ്പം അതിൻ്റെതായ വൈഷമ്യം ഞങ്ങൾക്കും ഉണ്ടാകുന്നതാണ്. തീർച്ചയായിട്ടും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരു 3/4 മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ട്രെൻഡ് വ്യക്തമാകുന്നതാണ്. നമുക്ക് ഏതൊക്കെയായാലും മറ്റ് സംസ്ഥാനങ്ങളിലെ ഫലങ്ങൾ കേരളത്തിന് ശേഷം പകർന്നു കൊടുക്കാവുന്നതാണ്. പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണൽ ഏറെക്കുറെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റൽ വോട്ടുകളിൽ ഒരു ആധിപത്യം ഇടതുപക്ഷത്തിനുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. ഔദ്യോഗികമായ സൂചനകളൊന്നും ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം കണക്കാക്കിയുള്ള സൂചനകൾ മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഇതൊരിക്കലും ദിശാസൂചകമല്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. എങ്കിൽ പോലും പോസ്റ്റൽ വോട്ടുകളുടെ സൂചനയനുസരിച്ച് LDF ആണ് കേരളത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇതൊരു പക്ഷേ മൊത്തം ജനങ്ങളുടെ വിധിയെഴുത്തിന്റെ സൂചനയാകാം, അല്ലാതിരിക്കാം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാവുന്നത്. സർക്കാർ ജീവനക്കാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാവുന്നത്. പോസ്റ്റൽ വോട്ടുകളുടെ ഫലങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ 100ഓളം മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വിവരം. പക്ഷേ UDF 36 മണ്ഡലങ്ങളിൽ ലീഡ്, 37 ആയിട്ടുണ്ടത്. 37 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. 96-39 എന്ന നിലയ്ക്ക് BJP 4 മണ്ഡലങ്ങളിൽ, സർക്കാർ ജീവനക്കാരുടെ വോട്ടുകൾ എണ്ണുമ്പോൾ മാത്രം BJP 4 മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിലെ ഇപ്പോഴുള്ള ചിത്രം കാണിക്കുന്നുണ്ട്. ബ്രിട്ടാസ്, പ്രേക്ഷകരെ ഞങ്ങൾ ജാഗ്രതപ്പെടുത്തിട്ട്, ഇത് വളരെ നാമമാത്രമായിട്ടുള്ള തപാൽ വോട്ടുകളുടെ എണ്ണൽ നടക്കുമ്പോഴുള്ള സ്ഥിതി മാത്രമാണ്. യഥാർത്ഥ വോട്ടെണ്ണൽ പ്രക്രിയയിലേക്ക് ഇനിയും നമ്മൾ പ്രവേശിച്ചിട്ടില്ല. അതൊരു മാത്രമേ പ്രവേശിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ ഒരു സൂചകമായിട്ട് ആൾക്കാർ എടുക്കേണ്ടതില്ല. പോസ്റ്റൽ വോട്ടുകളുടെ സൂചനയായിട്ട് മാത്രമേ പ്രേക്ഷകർ എടുക്കേണ്ടതുള്ളൂ. പക്ഷേ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു ആധിപത്യം നമ്മൾ കാണുന്നു. ഇടതുപക്ഷം മുന്നോട്ട് നിൽക്കുന്നു. മട്ടന്നൂരിൽ EP ജയരാജൻ മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരം. 417 വോട്ടിന്. നാട്ടികയിൽ LDFന്റെ ഗീതാ ഗോപി 136 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. നാട്ടികയിൽ വളരെ കടുത്ത മത്സരം നടക്കുന്നു എന്ന് നേരത്തെ നിരീക്ഷകർ പ്രവചിച്ച നാട്ടികയിൽ LDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. സിറ്റിംഗ് MLA ഗീതാ ഗോപി 136 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. രാജഗോപാൽ നേമത്ത് 34 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. പാലക്കാട് NN കൃഷ്ണദാസ് മുന്നിൽ നിൽക്കുന്നു. എറണാകുളത്ത് ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും പോസ്റ്റ് വോട്ട് എണ്ണിയപ്പോൾ UDF മുന്നോട്ട് നിൽക്കുന്നു. വളരെ നിർണായകമായിട്ടുള്ള പെരുമ്പാറിൽ സാജു പോളിൻ മണ്ഡലം പോലും LDF പിന്നിട്ട് നിൽക്കുന്നു. ഇബ്രാഹിം കുഞ്ഞ്, VD സതീശൻ തുടങ്ങിയവർ മുന്നിൽ നിൽക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന്, നെയ്യാറ്റിൻകരയിൽ നിന്ന് ശെൽവരാജ് മുന്നിട്ട് നിൽക്കുന്നു. ഒല്ലൂരെ CPIയുടെ K രാജൻ മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് നമുക്ക് ഒടുവിൽ കിട്ടുന്നത്. നിലവിലുള്ള സൂചകങ്ങൾ പ്രകാരം പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണൽ പ്രക്രിയ മുമ്പോട്ട് പോകുമ്പോൾ ഇടതുപക്ഷത്തിന് വ്യക്തമായിട്ടൊരു ലീഡുണ്ട്. പാലായിൽ മാണി സി കാപ്പൻ മുന്നിട്ട് നിൽക്കുന്നു. 100 വോട്ടുകൾക്ക് മാണി സി കാപ്പൻ മുന്നിട്ട് നിൽക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിട്ട് നിലവിൽ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്ന പാലാ മണ്ഡലത്തിൽ പാലക്കാട്ട് ലീഡ് മാറി. ശോഭാ സുരേന്ദ്രനാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 200ഓളം വോട്ടുകൾക്ക് 200 വോട്ടുകൾക്ക് ശോഭ മുന്നിട്ട് നിൽക്കുന്നു പാലക്കാട്. പറവൂര് ശാരദാ മോഹൻ മുന്നിലാണ്. നേരത്തെ VD സതീശൻ മുന്നോട്ട് നിൽക്കുന്നതാണ്. പക്ഷെ ഒരു സീസോ ഗെയിം നടന്നുകൊണ്ടിരിക്കുക, വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ അങ്ങോട്ട് പോകരുത്. ഇനിയുള്ള ഓരോ നിമിഷവും ഒരുപക്ഷെ പത്തനാപുരത്ത് ഗണേഷ് കുമാർ, പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ, LDFന്റെ മുഹമ്മദ് മുഹസിൻ മുന്നിട്ട് നിൽക്കുന്നു. വളരെ സംഭവബഹുലമായ ശ്രീകൃഷ്ണനാണ്, LDFന്റെ ശ്രീകൃഷ്ണനാണ് മുന്നിട്ട് നിൽക്കുന്നത്. നിലവിലുള്ള അവസ്ഥയിൽ ഇടതുപക്ഷത്തിനൊരു വ്യക്തമായിട്ടുള്ള ഒരു ആധിപത്യം കാണുന്നുണ്ട്. പീരുമേട് UDFന്റെ സിറിയക് തോമസ് മുന്നിട്ട് നിൽക്കുന്നു. TP രാമകൃഷ്ണൻ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ മുന്നിട്ട് നിൽക്കുന്നു. 55 വോട്ടുകളാണ് അദ്ദേഹത്തിന് കൂടുതലുള്ളത്. തലശ്ശേരിയിൽ ഷംസീർ മുന്നിൽ നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും അബ്ദുള്ളക്കുട്ടി പിന്നിൽ. ഏവരും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി മുന്നിട്ട് നിൽക്കുന്നു. 350 വോട്ടുകൾക്കാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ കായംകുളത്ത് പ്രതിഭാകരി മുന്നോട്ട് നിൽക്കുന്നു.
ഏറെക്കുറെ എല്ലാ സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പിറവത്ത് അനൂപ് ജേക്കബ് 150 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. പൂഞ്ഞാറിൽ PC ജോർജ് 500ഓളം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ തന്നെ 500ഓളം വോട്ടുകൾക്ക് PC ജോർജ് മുന്നിട്ട് നിൽക്കുന്നു. ചവറയിൽ ഷിബു ബേബി ജോൺ പിന്നിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സൂചകം. ചവറയിൽ ഷിബു ബേബി ജോൺ പിന്നിൽ നിൽക്കുന്നു. നേമത്ത് ശ്രീ O രാജഗോപാൽ മുന്നിൽ നിൽക്കുന്നു. ഇതൊക്കെ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം നടക്കുമ്പോഴുള്ള ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരാം. വളരെ മെച്ചപ്പെട്ട ഒരു ഫലമാണ് പോസ്റ്റൽ വോട്ടുകളിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ ഒരുപക്ഷെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളൊക്കെ പിന്നിൽ പോകുന്നതായിട്ടാണ് ഈ പോസ്റ്റൽ വോട്ടിൽ എണ്ണം. ബിജുമോൾ പോലും പിന്നിൽ പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. സിറ്റിംഗ് MLA ഇപ്പോഴത്തെ ലീഡ് നില 96 LDF, 39 UDF, 4 BJP, 1 മറ്റുള്ളവർ ഒരാൾ PC ജോർജ്. ചന്ദ്രശേഖർ റാന്നിയിൽ രാജു എബ്രഹാം പിന്നിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. UDF പിടിച്ചെടുക്കുമെന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ രാജു എബ്രഹാം LDF സ്ഥാനാർത്ഥി പിന്നിലേക്ക് പോയിരിക്കുന്നു. ഇത് പോസ്റ്റൽ വോട്ടുകളിലെ മാത്രം എണ്ണലുമായി മുൻനിർത്തിയിട്ടുള്ളതാണ്. ഇതിന്റെ സമ്മപ്പ് ഇങ്ങനെയാണ് ബ്രിട്ടാസ്: 95 സീറ്റ് LDF-ന്, 40 സീറ്റ് UDF-ന്, 4 സീറ്റ് BJP-ക്ക്, 1 സീറ്റ് മറ്റുള്ളവർ. അത് PC ജോർജ് ആണ് പൂഞ്ഞാറിൽ. ചന്ദ്രശേഖർ, വളരെ പ്രധാനപ്പെട്ട ഒരു സൂചകങ്ങൾ വന്നിട്ടുണ്ട്. വയനാട്ടിലെ കൽപ്പറ്റയിൽ ശ്രേംസ് കുമാർ പിന്നിൽ. ഏവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് കൽപ്പറ്റ. കൽപ്പറ്റയിൽ ശ്രേംസ് കുമാർ പിന്നിൽ. അതുപോലെ കണ്ണൂർ ജില്ലയിൽ UDF-ന്റെ കയ്യിലുള്ള സീറ്റായിട്ടുള്ള പേരാവൂരിൽ LDF മുന്നിൽ നിൽക്കുന്നു. സണ്ണി ജോസഫിനെ പിന്നിലായിക്കൊണ്ട് LDF-ന്റെ ബിനോയ് മുന്നിലേക്ക് വന്നതായിട്ടാണ് പ്രാഥമിക സൂചക. തൃപ്പൂണിത്തുറയിൽ ബാബു മുന്നിൽ. ഈ നിമിഷം ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സൂചകമാണ് ബാബു. ആലപ്പുഴയിൽ ഏവരും വിചാരിച്ചതുപോലെ ഡോക്ടർ തോമസ് ഐസ് മുന്നിൽ നിൽക്കുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പോസ്റ്റൽ വോട്ടുകളുടെ മാത്രം വിവരമാണ് എന്ന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. 95-40 എന്ന നിലയ്ക്ക് LDF ആണ് ഈ ഘട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഒറ്റപ്പെട്ട മണ്ഡലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അട്ടിമറിയുടെയും അത്ഭുതങ്ങളുടെയും സൂചനകൾ കാണുന്നുണ്ട്. ചന്ദ്രശേഖർ, ഈ കണക്കുകൾക്കൊന്നും വലിയൊരു ആധികാരികത നമുക്ക് നൽകാൻ കഴിയില്ല. ആധികാരികതയും ആയുസുമില്ല. എന്ന കാരണം വെച്ചാൽ ഇത് നമ്മുടെ ലേഖകർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. അത് മാത്രമല്ല, വളരെ നാമമാത്രമായിട്ടുള്ള പോസ്റ്റൽ വോട്ടുകളെ മുൻനിർത്തിയുള്ള ഒരു വിവരം മാത്രമാണ്. ഇതൊന്നും തെരഞ്ഞെടുപ്പ് വിധിയെ. പക്ഷേ ഈ നിമിഷത്തിന്റെ വാർത്ത ഇങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഒരു വിവരവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ആദ്യമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് ഒരു വിവരം വന്നിരിക്കുന്നു. കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂർ മണ്ഡലത്തിൽ മുന്നിൽ. ആദ്യത്തെ ഒരു സൂചകം ഇലക്ഷൻ കമ്മീഷൻ വന്നിരിക്കുന്നു. ഒരു സീറ്റിൽ LDF മുന്നിട്ട് നിൽക്കുന്നു എന്നവർ അതിനെ മൊത്തം ആയി കാണിക്കുന്നു. പക്ഷെ അത് UDF-ന്റെ സിറ്റിംഗ് സീറ്റ് ആണെന്നുള്ള ഒരു സവിശേഷത കൂടിയുണ്ട്. അവിടെയാണ് LDF സ്ഥാനാർത്ഥിയും മുൻമന്ത്രിയുമായിട്ടുള്ള കടന്നപ്പള്ളി. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ സൂചകമാണ് കടന്നപ്പള്ളിയെ മുൻനിർത്തിയുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ സൂചന LDF-ന് അനുകൂലമായി വന്നിരിക്കുന്നു. കടന്നപ്പള്ളി രാമചന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. 65 വോട്ടുകൾക്കാണ് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നത്. തീർച്ചയായും വട്ടിയൂർക്കാവിൽ K മുരളീധരൻ പിന്നിൽ എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വട്ടിയൂർക്കാവിൽ വാശിയേറിയ മത്സരം നടന്ന കടുത്ത ത്രികോണ മത്സരം നടന്ന വട്ടിയൂർക്കാവിൽ K മുരളീധരൻ. വളരെ പ്രധാനപ്പെട്ട പല UDF സ്ഥാനാർത്ഥികളും പിന്നിൽ പോയിരിക്കുന്നു. അതിൽ പാലയിൽ ശ്രീ KM മാണി, ചവറയിൽ ഷിബു ബേബി ജോൺ, അത് വട്ടിയൂർക്കാവിൽ കുമ്മനം. അതെ, കുമ്മനം രാജശേഖരൻ 39 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. ഇതൊന്നും ഇലക്ഷൻ കമ്മീഷന്റെ സ്ഥിതിവിവര കണക്കുകളല്ല. അല്ല 410 വോട്ടുകൾക്ക് വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടി മുന്നിലെത്തിയിരിക്കുന്നു. വൈപ്പനിൽ ശർമ്മ, മുൻ മന്ത്രിയും CPM നേതാവുമായ ശർമ്മ പിന്നിൽ. അതുപോലെ തന്നെ ഹൈബി ഈഡൻ മുന്നിൽ. എറണാകുളത്ത് UDF-ന് വ്യക്തമായ ഒരു ലീഡ് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള ഫലങ്ങളാണ് ആദ്യ നിമിഷങ്ങളിൽ പുറത്തേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോ UDF-ന് ഒരു സീറ്റ് മുന്നിൽ എന്ന നിലയ്ക്ക് അവരുടെ പട്ടിക തിരുത്തിയിട്ടുണ്ട്. LDF 0, NDA 0, മറ്റുള്ളവർ 0 എന്ന നിലയ്ക്കാണ് അവരുടെ. അത് ഏത് സീറ്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം? സതീശൻ പാച്ചേനിയുടെ സീറ്റാണ് അത്. സതീശൻ പാച്ച, അത് കണ്ണൂരാണ്. അപ്പം രാമേന്ദ്രൻ കടന്നപ്പള്ളി പുറകിലേക്ക് പോയി. അതെ, കടന്നപ്പള്ളി രാമേന്ദ്രൻ പിന്നോട്ട് പോയി എന്ന് മനസ്സിലാക്കണം. ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത്.
ഇത് ആദ്യമായിട്ടാണ്, ഒരുപക്ഷെ കണ്ണൂർ മുൻനിർത്തി മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ സൂചന അവരുടെ സൈറ്റിൽ വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ പോസ്റ്റൽ വോട്ടുകളെ മുൻനിർത്തി ഞങ്ങളുടെ ലേഖകന്മാർ ശേഖരിച്ചിരിക്കുന്നതാണ്. ഒരുപക്ഷെ ഒരു ചാനലിലും ഒരാൾക്കും ഒരു ആധികാരികമായിട്ട് വിവരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതെല്ലാം പ്രാഥമികമായിട്ടുള്ള സൂചകങ്ങൾ മാത്രമാണ്. അഴീക്കോട് മണ്ഡലത്തിൽ നികേഷ് കുമാർ പിന്നിലാണെന്നുള്ളൊരു വാർത്തയുണ്ട്. പക്ഷെ ഇതൊക്കെ പ്രാഥമിക സൂചനകളാണ്. ആദ്യ ഫലങ്ങൾ LDF-ന് അനുകൂലമെന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാവുന്ന ഒരു നിമിഷമാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഒരു വ്യക്തതയൊന്നും നമുക്ക് ആർജിക്കാൻ കഴിയുന്നില്ല. ആറന്മുള മണ്ഡലത്തിൽ ശിവദാസൻ നായർ പിന്നിൽ, വീണ ജോർജ് മുന്നിൽ നിൽക്കുന്നതായിട്ട് വിവരം കിട്ടുന്നു. ഇപ്പോൾ വീണ്ടും LDF-ന് അനുകൂലമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ സൈറ്റിലെ അപ്ഡേറ്റ് മാറ്റിയിരിക്കുന്നു. കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. വീണ്ടും 1786 വോട്ടുകൾ അദ്ദേഹം നേടിയിരിക്കുന്നു. 241 വോട്ടുകളുടെ ലീഡാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ കൈവരിച്ചിരിക്കുന്നത്. അങ്ങനെ കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ സതീശൻ പാച്ചേനിയെ പിന്തള്ളി മുന്നെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ഔദ്യോഗികമായി നൽകാനുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകുന്ന വിവരമാണിത്. കടന്നപ്പള്ളി വീണ്ടും മുന്നിൽ വന്നിരിക്കുന്നു. ബ്രിട്ടാസ്, പ്രേക്ഷകരുടെ അറിവിലേക്ക് ഇതിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 മണ്ഡലങ്ങളുടെ ഫലം കൂടി നൽകിയിട്ടുണ്ട്. അതിൽ തലശ്ശേരിയിൽ ഷംസീർ, CPM സ്ഥാനാർത്ഥി ഷംസീർ മുന്നോട്ട് നിൽക്കുന്നു. ആദ്യത്തെ സൂചകങ്ങൾ ചന്ദ്രശേഖർ കണ്ണൂർ ജില്ലയെ മുൻനിർത്തിയാണ്. കണ്ണൂരും തലശ്ശേരിയും ഈ 2 മണ്ഡലങ്ങളിലും LDF മുന്നോട്ട് നിൽക്കുന്നുണ്ട്. കണ്ണൂർ UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്, തലശ്ശേരി LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇതൊരു സൂചകമായി കണക്കിലെടുക്കുകയാണെങ്കിൽ LDF-ന് അനുകൂലമായിട്ടുള്ള LDF മൊത്തം 3 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. ഇതെന്താണ് ചന്ദ്രശേഖർ? കണ്ണൂർ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കണ്ണൂരിനോട് ഒരു ചായ കൊണ്ടുണ്ട്. ജെയിംസ് മാത്യു തലപ്പറമ്പിൽ അത് ഏവരും പ്രതീക്ഷിച്ചതാണ്. 704 വോട്ടിന്റെ ജെയിംസ് മാത്യു മുന്നോട്ട് നിൽക്കുന്നു. ഏവരും പ്രതീക്ഷിച്ച ഒരു സൂചകമാണ്. അതിലൊന്നും പ്രത്യേകിച്ച് അട്ടിമറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർണായകമായിട്ടൊരു തലവോ ഇല്ല. പക്ഷെ എങ്കിൽ പോലും ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് പ്രകാരം ആദ്യത്തെ 3 സൂചകങ്ങളിൽ മണ്ഡലങ്ങൾ തളിപ്പറമ്പും കണ്ണൂരും അതുപോലെ തന്നെ തലശ്ശേരിയുമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 3ഇടത്തും LDF മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ LDF മൊത്തം 3 സ്ഥലത്ത് മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ. നാലാമത്തെ തിരുവല്ലയിൽ മാത്യു ടി തോമസ് സിറ്റിംഗ് MLA, ജനതാദളിന്റെ MLA, 4ാമത്തെ മണ്ഡലം. ഇതാണ് പ്രേക്ഷകർ മനസ്സിലാക്കുക. ആകെ 4 മണ്ഡലങ്ങളുടെ സൂചകം മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി നൽകിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അനൗദ്യോഗികമായിട്ടുള്ള മേഖലയിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. ഈ 4 മണ്ഡലങ്ങളിലും 5ാമത്തെ മണ്ഡലവും LDF-ന് മുൻതൂക്കം വന്നിരിക്കുന്നു. 5 മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഔദ്യോഗികമായി കിട്ടുന്ന ഫലമനുസരിച്ച് 5 മണ്ഡലങ്ങളിൽ ഏകപക്ഷീയമായി LDF മുന്നിട്ട് നിൽക്കുകയാണ്. UDF ഇപ്പോൾ 2 മണ്ഡലങ്ങളിൽ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ 3-2 തരുന്നതായിരിക്കും. 3-2 ഇപ്പോൾ 5 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങളിൽ LDF-ഉം 2 മണ്ഡലങ്ങളിൽ UDF-ഉം ലീഡ് ചെയ്യുന്നു. പയ്യന്നൂരിൽ LDF ലീഡ് ചെയ്യുന്നു. തൃശ്ശൂരിൽ നിന്ന് കിട്ടുന്ന വിവരപ്രകാരം പത്മജ വേണുഗോപാൽ പിന്നിൽ. അത് ഔദ്യോഗിക ലീഡ് പ്രകാരം 6 മണ്ഡലങ്ങളിൽ LDF-ഉം 3 മണ്ഡലങ്ങളിൽ UDF-ഉം. നേമത്ത് ശ്രീ O രാജഗോപാൽ പിന്നിലേക്ക് പോയിരിക്കുന്നു. ഔദ്യോഗിക പ്രകാരം 9 മണ്ഡലങ്ങളുടെ ഫലസൂചികയാണ് വന്നു തുടങ്ങിയിരിക്കുന്നത്. അത് പ്രകാരം 6 മണ്ഡലങ്ങളിൽ LDF-ഉം 3 മണ്ഡലങ്ങളിൽ. മലപ്പുറത്ത് നിന്ന് ആദ്യത്തെ സൂചന വന്നിരിക്കുന്നു. വണ്ടൂരിൽ AP അനിൽകുമാർ മുന്നിൽ നിൽക്കുന്നു. സിറ്റിംഗ് സീറ്റാണ്. അതെ, തീർച്ചയായിട്ടും. പട്ടാമ്പിയിൽ വീണ്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി CP മുഹമ്മദ് ഒരു ലീഡ് സ്ഥാപിച്ചിരിക്കുന്നു. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ പാലക്കാട് നിന്ന് LDF-ന്റെ ഒരു ആധിപത്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് നിന്ന് ഔപചാരികമായി തന്നിരിക്കുന്നത് പട്ടാമ്പിയിൽ CP മുഹമ്മദ്, അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് ഉണ്ണി. അങ്ങനെ LDF-നും UDF-നും ഓരോ സീറ്റ് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രശേഖർ, അഴീക്കോട് നികേഷ് വീണ്ടും മുന്നിലേക്ക് വരുന്നതായി കാണുന്നു. അതുപോലെ തന്നെ മറ്റൊരു മാധ്യമ മേധാവിയായിട്ടുള്ള ശ്രേയംസ് കുമാർ കൽപ്പറ്റയിൽ ലീഡ് സ്ഥാപിച്ചിരിക്കുന്നു. ഇതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥിതിവിവര കണക്ക് പ്രകാരം 6 മണ്ഡലങ്ങളിൽ LDF-ഉം 4 മണ്ഡലങ്ങളിൽ UDF-ഉം. കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതനുസരിച്ച് പയ്യന്നൂർ, തളിപ്പറമ്പ്, കണ്ണൂർ, തലശ്ശേരി എന്നീ സ്ഥലങ്ങളിൽ LDF-ഉം
ഇരിക്കൂരിൽ KC ജോസഫ് മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ 5 മണ്ഡലങ്ങളിലെ ഫലമാണ് മാറിമറിയാത്തൊരു സൂചകം ഇതുവരെ പാലയിൽ നിന്ന് മാത്രമാണ് ശ്രീ KM മാണി പിന്നിൽ തന്നെ നിൽക്കുന്നു. LDF 7 UDF 3 എന്ന നിലയ്ക്ക് ലീഡ് നില ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇതൊക്കെ പാലയിൽ നിന്നുള്ള വിവരമൊക്കെ അനൗദ്യോഗികമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും പൊതുവെ LDF-ന് ഒരു എഡ്ജ് നൽകുന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ 7-3 എന്ന നിലയ്ക്ക് LDF മുന്നിട്ട് നിൽക്കുകയാണ്. കണ്ണൂരിൽ 1 സീറ്റ് UDF മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ 4 സീറ്റ് LDF മുന്നിട്ട് നിൽക്കുന്നു. മലപ്പുറത്ത് 1 സീറ്റ് UDF മുന്നിട്ട് നിൽക്കുന്നു. പാലക്കാട്ട് ഓരോ സീറ്റ് വീതം LDF-ഉം UDF-ഉം മുന്നിട്ട് നിൽക്കുന്നു. പത്തനംതിട്ടയിൽ 2 സീറ്റും LDF ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. പത്തനംതിട്ടയിൽ ആ സീറ്റുകൾ തിരുവല്ലയും ഒപ്പം തന്നെ അടൂരുമാണ്. തിരുവല്ലയിൽ മാത്യു ടി തോമസും അടൂരിൽ ചിറ്റയം ഗോപകുമാറും മുന്നിട്ട് നിൽക്കുന്നു. ചന്ദ്രശേഖർ, മലബാറിൽ വലിയ അട്ടിമറികളൊന്നും നടക്കുന്നില്ലെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കണ്ണൂരിൽ 5 മണ്ഡലങ്ങളിൽ LDF മുന്നോട്ട് നിൽക്കുമ്പോൾ 11 മൊത്തം സംസ്ഥാനത്തെ 11 മണ്ഡലങ്ങളിൽ LDF-ഉം 3 മണ്ഡലങ്ങളിൽ UDF-ഉം മറ്റുള്ളവർ 1. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ചിത്രം. ദയവീത് മനസ്സിലാക്കുക. ബാക്കി നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതൊക്കെ അനൗദ്യോഗികമായ ചാനലുകളിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളുടെ പ്രസരണം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം 11 മണ്ഡലങ്ങളിൽ LDF-ഉം 3 മണ്ഡലങ്ങളിൽ UDF-ഉം 1 മണ്ഡലത്തിൽ മറ്റുള്ളവരും എന്നുള്ളതാണ്. കൊല്ലത്ത് നിന്ന് വന്നിരിക്കുന്ന 2 ഫലങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന 2 ഫലസൂചനകളും LDF-ന് അനുകൂലമാണ്. ഇരവിപുരത്ത് LDF സ്ഥാനാർത്ഥി നൌഷാദ് മുന്നിട്ട് നിൽക്കുന്നു. ഒപ്പം തന്നെ ചാത്തന്നൂരിൽ LDF സ്ഥാനാർത്ഥി ജയലാൽ മുന്നിട്ട് നിൽക്കുന്നു. ഇരവിപുരം വളരെ നിർണായകമായ ഒരു മണ്ഡലമാണ്. RSPയുടെ ഒരു തട്ടകമാണ്. സിറ്റിംഗ് സീറ്റാണ്. ഒരുപക്ഷെ പ്രസ്റ്റീജിയസ് ആയ ഒരു സീറ്റാണ്. പക്ഷെ അവിടെ LDF ലീഡ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഒട്ടാകെ നോക്കുമ്പോൾ LDF 13 സീറ്റിലും UDF 4 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. മറ്റുള്ളവർ 1 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. 13 സീറ്റിൽ LDF മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ വിവരം. വളരെ പ്രധാനപ്പെട്ട സൂചകങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നിരവധി മണ്ഡലങ്ങളുടെ ബലസൂചകങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ സൂചന കിട്ടിയ 8 മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങളിലും LDF ആണ്. KC ജോസഫ് മാത്രമാണ് UDF-ൽ നിന്ന് ഇരിക്കൂരിൽ മുന്നിട്ട് നിൽക്കുന്നത്. മറ്റുള്ള എല്ലാ സീറ്റിലും പയ്യന്നൂര്, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഒപ്പം തന്നെ കണ്ണൂർ, ധർമ്മടം, തലശ്ശേരി, മട്ടന്നൂർ എന്നിവിടങ്ങളിലെല്ലാം LDF സ്ഥാനാർത്ഥികളാണ് മുന്നിട്ട് നിൽക്കുന്നത്. മുന്നിട്ട് നിൽക്കുന്നവരിൽ പിണറായി വിജയനും EP ജയരാജനും ഉൾപ്പെടുന്നുണ്ട്. പിണറായി വിജയൻ, ഷംസീർ, EP ജയരാജൻ, C കൃഷ്ണൻ, TV രാജേഷ്, ജെയിംസ് മാത്യു എന്നിവരൊക്കെ മുന്നിട്ട് നിൽക്കുകയാണ്. ചന്ദ്രശേഖർ, തിരുവനന്തപുരത്തെ സൂചകങ്ങൾ വന്നു തുടങ്ങി. വർക്കലയിലും ചിറയും കീഴും LDF ലീഡ് ചെയ്യുന്നു. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്ന ആദ്യത്തെ സ്ഥിരീകരിച്ച വിവരപ്രകാരം വർക്കല അതുപോലെ തന്നെ ചിറയും കീഴും മണ്ഡലങ്ങളിൽ LDF മുന്നോട്ട് നിൽക്കുന്നു. 15-4-1 എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ലീഡ് നില. LDF മുന്നിട്ട് നിൽക്കുന്നു. ഇത് കേവലം ഒരു റൗണ്ട് പോലും എണ്ണിക്കഴിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും 10 മുതൽ 15 റൗണ്ട് വരെയാണ് ഒരു മണ്ഡലത്തിലുള്ളത്. അത് പ്രകാരം നോക്കുമ്പോൾ ഇത് പ്രാഥമിക സൂചനകൾ മാത്രമാണ്. ഏറ്റവും കൂടുതൽ ലീഡ് നില വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. 7-1 എന്ന നിലയ്ക്ക് അവിടെ LDF ഏകപക്ഷീയമായി മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാവുന്നത്. ഒരു ട്രെൻഡ് മനസ്സിലാക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇടതുപക്ഷത്തിന് ഒരു എഡ്ജ് കാണുന്നുണ്ട്. പാറശാല, വർക്കല, ചിറയൻകീഴ്, നേമം, കഴക്കൂട്ടം തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ഔദ്യോഗികമായി വന്ന 2 ഫലമാണ്. 2ഉം LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. വർക്കലയിൽ ജോയ് മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ചിറയൻകീഴിൽ V ശശി മുന്നിട്ട് നിൽക്കുന്നു. 2ഇടത്തും LDF സ്ഥാനാർത്ഥികൾ 41-90 എന്ന നിലയ്ക്ക് മാത്രമാണ് ലീഡ് നില ഉള്ളത്. എങ്കിൽ പോലും തിരുവനന്തപുരത്ത് ഈ നിമിഷം ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരപ്രകാരം 16 മണ്ഡലങ്ങളിൽ LDF-ഉം 5 മണ്ഡലങ്ങളിൽ UDF-ഉം 1 മണ്ഡലത്തിൽ മറ്റുള്ളവരും ലീഡ് ചെയ്യുന്നു. NDA അല്ലെങ്കിൽ BJP ചിത്രത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. ഇത് ആദ്യത്തെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുമ്പോഴുള്ള ചിത്രം മാത്രമാണ്. ഇത് വളരെ പ്രാഥമികമാണ്. നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിന്റെ മകനും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഷൗക്കത്ത്
പിന്നിൽ തീർച്ചയായും അത് അനൗപചാരിക വിവരമായിരിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റ് അത് തരുന്നില്ല. ഔദ്യോഗികമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലമ്പൂരിൽ ഷൗക്കത്ത് പിന്നിലേക്ക് പോകുന്നു. പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വിവരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. പക്ഷേ കാസർഗോഡ് ഒരു അട്ടിമറി മുന്നിട്ട് നിൽക്കൽ കാണുന്നു. അതായത് കാസർഗോഡ് ഉദുമയിൽ സുധാകരൻ മുന്നിൽ നിൽക്കുന്നതായി വിവരം കിട്ടുന്നു. ഇതുവരെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ LDFന്റെ മേൽക്കൈ കാണുന്നു. കണ്ണൂരിൽ 7 സീറ്റുകളും കോഴിക്കോട് 2 സീറ്റുകളിലും പാലക്കാട് 1 സീറ്റിലും അതുപോലെ തന്നെ പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ 2 സീറ്റ് വീതവും LDF മുന്നിട്ട് നിൽക്കുകയാണ്. LDF മുന്നിട്ട് നിൽക്കുന്ന സീറ്റുകളുടെ എണ്ണം ഇപ്പോൾ 16 ആണ്. UDF 8 സീറ്റുകളിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. മറ്റുള്ളവർ പൂഞ്ഞാറിൽ PC ജോർജാണ് മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ മൊത്തം നില. പ്രേക്ഷകരുടെ അറിവിലേക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്ന സ്ക്രീനിൽ കൊടുക്കുന്ന ഈ പട്ടിക ഞങ്ങളുടെ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നതാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരങ്ങൾ വരുന്നതനുസരിച്ച് അത് പരിഷ്കരിക്കുന്നതാണ്. പോസ്റ്റൽ വോട്ടുകളാണ് പ്രധാനമായിട്ടും ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഈ പ്രധാനപ്പെട്ട മൃഗീയ ലീഡിനെ നിർണയിച്ചിരിക്കുന്നത്. അത് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിതിവിവരക്കണക്കുകളുമായി ബന്ധപ്പെട്ടതല്ല. ഔദ്യോഗികമായ സ്ഥിതിവിവരക്കണക്കുകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. 18-7 എന്ന നിലയ്ക്ക് LDF അവരുടെ മുന്നേറ്റം ഒന്നുകൂടി ശക്തമാക്കിയിരിക്കുകയാണ്. 18 സീറ്റിൽ